ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാധാരണ പുട്ടിൽ നിന്ന് വ്യത്യസ്തമായി മസാല നിറഞ്ഞ ചെമ്മീൻ പുട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്മീനിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആവണം. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് നനച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും ചേർത്ത് ഏകദേശം 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. നേരത്തെ നനച്ച് വെച്ച പുട്ടുപൊടി ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് പുട്ട് ലെയർ ചെയ്യാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ പുട്ടുകുറ്റിയിലേക്ക് 1 സ്പൂണ് തേങ്ങ ചിരകിയതും ഏകദേശം 1.5 സ്പൂണ് ചെമ്മീൻ മസാലയും 1.5 പിടി പുട്ടുപൊടിയും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ചിരകിയത് വീണ്ടും ചേർത്തിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചെറ്റപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള പുട്ടുകുറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ സാധാ പുട്ടുകുറ്റിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ലെയർ ചെയ്യാം. ഏകദേശം 5 തൊട്ടിട്ട് 7 മിനിറ്റ് വരെ ഇത് വേവിക്കാൻ വെക്കുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ പുട്ട് റെഡിയാണ്. ഇതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റിൽ അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.